മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. നന്നായിട്ട് പാടിക്കോട്ടെ. നല്ല രസമായിരുന്നു. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ലൊരു കൈ അടക്കുവാൻ നോക്കി ഞാനിൻ ഹൃദയ വിപഞ്ചികയിൽ അടിക്കടി തുളുമ്പുമീ പ്രണയഗാനം. എപ്പോഴും എന്നുള്ളത് പാടുമ്പോൾ നല്ല വോയിസ് നല്ല ക്ലാരിറ്റിയാണ്. മാത്രമല്ല അത് സുശീലാമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. താരകൾ കണ്ണിറുക്കി ചിരിച്ചാൽ ചിരിക്കട്ടെ, താമരതൻ തപസിനെ കളിയാക്കട്ടെ. ഞാൻ കൗശികിന്റെ പെർഫോമൻസിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാൻസ് ആണ്. ഒരു സംഭവം തന്നെ. നല്ല നല്ല പെർഫോമൻസ്. നീ എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടിയാണ് എം ജി ആണ്, മാക്സിമം ഗ്യാരണ്ടിയാണ്. പവർ പാക്ഡ് സബ്സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനർജി പാക്ഡ് കേട്ടാ. വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി, മോഹമാ മുല്ലയിൽ പൂച്ചൊരിഞ്ഞൊരു യാമിനി. നമസ്തേ. പനിമതിയുടെ മഞ്ചലിൽ വന്നു ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് ഇൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1 ആണെന്ന് ഞാൻ പറയും, സംശയമില്ല. അവൻ എൻ്റെ അടുത്ത് ഒരു രഹസ്യം പറഞ്ഞിട്ട് ആ രഹസ്യം മീനൂട്ടി എടുത്തു എന്ന് പറഞ്ഞു. അത് നമ്മള് അങ്ങനെ ഇത്ര കൂട്ടായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പറയട്ടെ. പറഞ്ഞു പോയത്. അതായത് ഇവന് ഇങ്ങനെ അവന്റെ റൂമില് പോയിട്ട് അവന്റെ ഉടുപ്പൂരിട്ട് ചിത്രം പോലെ എനിക്ക് വളരെ ഇഷ്ടമായി പാടിയതൊക്കെ, പക്ഷേ ശ്രുതി ചേർന്നില്ല പല സ്ഥലത്തും. എന്തിന്റെ കുഴപ്പാ? അതെ, ശ്രുതിയുടെ കുഴപ്പം. ശ്രുതിയുടെ കുഴപ്പം. ശ്രുതി, താളം, ഭാവം, പിന്നെ സംഗതികളൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്വരവിണ്ണിലെ നക്ഷത്രങ്ങൾക്ക് പൊൻപ്രഭയേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, മധുചേട്ടൻ. സ്നേഹസ്വരനാദങ്ങൾക്ക് അകമ്പടിയുമായി നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. അനുഗ്രഹവേദിയിൽ രാഗവിരുന്നൊരുക്കാൻ ജെനിക്കുട്ടി എത്തുന്നു. വെൽക്കം ജെനിഫർ ഓൺ സ്റ്റേജ്. ജെൻസ്, എന്താ സർ? ഏത് പാട്ടാ മോളെ? ഞാൻ പാടാൻ പോകുന്നത് മാറോടണച്ച് ഞാൻ ഉറക്കിയിട്ടും എന്ന പാട്ട്. പഴയ പാട്ടല്ലേ അത്? ഏത് ചിത്രം? കാട്ടുകുരങ്ങ്. ആ, അതേണ്ട നിൽക്കുന്നു.
സിനിമയുടെ പേരെന്താണ്? ഇതാരാണ്? കാട്ടുകുരങ്ങ്. ആ അത് കണ്ടോ, അല്ല ഞാൻ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചാൽ അവള് കാട്ടുകുരങ്ങും. അല്ല അങ്കിളെ സിനിമയുടെ പേര് ചോദിച്ചപ്പോഴാ. സിനിമയുടെ പേര് ഇതാരാണ്? അങ്ങനെ പറയല്ലേ ജെനി. മോളെ പാടിക്കോ മോളെ. അതെ പാടിക്കും. മോള് പാടിക്കോട്ടോ. ഓൾ ദ ബെസ്റ്റ്. മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും. ഏഴിലം പാലപ്പൂവിന്ന പോലെ ഇന്നു മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും. ഏഴിലം പാലപ്പൂവെന്ന പോലെ അടക്കുവാൻ നോക്കി ഞാനിൻ ഹൃദയവിപഞ്ചികയിൽ അടിക്കടി തുളുമ്പുമീ പ്രണയഗാനം. അടക്കുവാൻ നോക്കി ഞാനിൻ ഹൃദയവിപഞ്ചികയിൽ അടിക്കടി തുളുമ്പുമീ പ്രണയഗാനം. ഒരു മുല്ലപ്പൂമൊട്ടിൽ ഒരു കവതെങ്ങിനെ ഒടുങ്ങാത്ത വസന്തത്തിൻ മധുരഗന്ധം. ഒരു മുല്ലപ്പൂമൊട്ടിൽ ഒരു കവതെങ്ങിനെ ഒടുങ്ങാത്ത വസന്തത്തിൻ മധുരഗന്ധം. ഇന്നു മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും. ഏഴിലം പാലപ്പൂവിന്ന പോലെ താരകൾ കണ്ണിറുക്കി ചിരിച്ചാൽ ചിരിക്കട്ടെ. താമരതൻ തപസ്സിനെ കളിയാക്കട്ടെ. താരകൾ കണ്ണിറുക്കി ചിരിച്ചാൽ ചിരിക്കട്ടെ. താമരതൻ തപസ്സിനെ കളിയാക്കട്ടെ. മാനവന്റെ വേദനയ്ക്കും മധുരക്കിനാവുകൾക്കും മാനവന്റെ നാട്ടിലെങ്ങും വിലയില്ലല്ലോ. മാനവന്റെ വേദനയ്ക്കും മധുരക്കിനാവുകൾക്കും മാനവന്റെ നാട്ടിലെങ്ങും വിലയില്ലല്ലോ. ഇന്നു മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും. ഏഴിലം പാലപ്പൂവിന്ന പോലെ ജെൻസ്, സർ.
നന്നായിട്ട് പാടി മോളെ, നല്ല രസമായിരുന്നു. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നല്ലൊരു കാര്യം. റിഹേഴ്സലിന് പാടിയപ്പം ഇപ്പം ഞാൻ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞെങ്കിലും അതിനെക്കാട്ടി നന്നായിരുന്നു റിഹേഴ്സലിന്. അപ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പം വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഹമ്മിങ് കുറച്ച് അങ്ങ് എത്തിയില്ല. തുടക്കം നന്നായിരുന്നു, എന്നാലും അത് കഴിഞ്ഞ് വന്ന സെക്കൻഡ് പോർഷൻ ഹമ്മിങ് കുറച്ച് പ്രശ്നം വന്നു. അതൊന്ന് പാടാവോ? ഗുഡ് ഗുഡ്. ആഹാ, ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. ആഹാ, ചെങ്കിളി പോലെ ഇരുന്നു. ഭംഗിയായിട്ട് പാടി. ഇനി അടുത്ത ചരണം വരുന്നില്ലേ? അനുപല്ലവി നന്നായിരുന്നു. അനുപല്ലവി പാടിയത് ഓൾമോസ്റ്റ് ഒരു 90% വാസ് കറക്റ്റ്. ചരണം പാടിയപ്പോഴത്തേക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ചരണം തുണ്ടുപല്ലവിക്കകത്തും ഒരു ശകലം ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ചരണത്തിന്റെ 2 എൻഡും ഉണ്ടല്ലോ, അസാധ്യമായിട്ട് പാടി. ആ നടുക്കുള്ള പോർഷൻസ് ആണ് എനിക്ക് തോന്നിയത്. ഒന്ന് പാടാവോ? താരകൾ കണ്ണിറുക്കി ചിരിച്ചാൽ ചിരിക്കട്ടെ, താമരതൻ തപസിനെ കളിയാക്കട്ടെ. താരകൾ കണ്ണിറുക്കി കണ്ണിറുക്കി ചിരിച്ചാൽ ചിരിക്കട്ടെ, താമരതൻ തപസിനെ കളിയാക്കട്ടെ. മാനവന്റെ വേദനയ്ക്കും മധുരക്കിനാവുകൾ, മാനവന്റെ വേദനയ്ക്കും മധുരക്കിനാവുകൾക്കും, മാനവന്റെ വേദനയ്ക്കും വിലയില്ലല്ലോ. മാനവന്റെ വേദനയ്ക്കും മധുരക്കിനാവുകൾക്കും, മാനവന്റെ നാട്ടിലെങ്ങും വിലയില്ലല്ലോ. ഇന്നു മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും ഏഴിളം പാലപ്പൂവെന്ന പോലെ. എന്ന പോലെ. ഇപ്പൊ ഓൾമോസ്റ്റ് ശരിയായിട്ട് പാടി. നേരത്തെ പാടിയപ്പോഴത്തേക്ക് ചരണത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പിന്നെ കാട്ടുകുരങ്ങ് എന്നുള്ള പടത്തിൽ ഒരുപാട് പാട്ടുകളുണ്ടല്ലേ? എന്ത് കാട്ടുകുരങ്ങ്? അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. എന്തിന്? നീ എന്തിനാ നോക്കി മീനുട്ടിയെ? എന്തിനാ എന്നെ ഇപ്പൊ തമാശക്ക് എന്നെയാണോ നോക്കേണ്ടത്? കാട്ടുകുരങ്ങ് എന്ന് പറയുമ്പോ അടി 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 കേട്ടെ, ഞങ്ങക്ക് ഇതൊക്കെയാ കാണണ്ടേ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് കേട്ടോ. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് ആണിത്. നല്ല സെലക്ഷൻ, ഓൾമോസ്റ്റ് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു എക്സ്ട്രീം അടിച്ചതിനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗോൾഡനിൽ കയറി പോയതിന് ഒന്നുകൂടെ നന്നായിട്ട് കൃത്യമായിട്ട് പാടിയിരുന്നെങ്കിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജനിക്കുട്ടി, സർ, നല്ല സൂപ്പർ സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. താങ്ക് യു. ജനിക്കുട്ടിക്ക് വളരെയധികം ചേരുന്നുണ്ട്. ജനിക്കുട്ടിയുടെ ശബ്ദത്തിന്റെ ആ ഒരു ബ്യൂട്ടിയും ഈ പാട്ടിന്റെ ബ്യൂട്ടിയും കൂടെ ചേരുമ്പോൾ എന്തോ ഒരു അഡീഷണൽ ബ്യൂട്ടി ഉള്ളതുപോലെ നമുക്ക് തോന്നും. കാരണം പ്രത്യേകിച്ച് പാടുമ്പോഴത്തേക്ക് ശരിക്കും സുശീലാമ്മയുടെ അതാണ് ശബ്ദത്തിന് എന്തോ ഒരു എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ജെന്നി എപ്പോഴും എന്നുള്ളത് പാടുമ്പോൾ നല്ല വോയിസ്, നല്ല ക്ലാരിറ്റിയാണ്. മാത്രമല്ല അത് സുശീലാമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഇമോഷൻ കുറച്ചുകൂടെ വേണം. കാരണം മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടെന്നാണ് ഇവിടെ 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 തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ അത്രയധികം ശബ്ദം അതിന് കൊടുക്കണം. ഒരു സംശയം ഞാൻ ചോദിച്ചത്, ഇപ്പൊ മീനൂട്ടിയുടെ അടുത്ത് നിന്നിട്ടെ മീനൂട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, മീനൂട്ടി എന്നല്ലേ പറയുള്ളൂ അല്ലേ? അപ്പൊ മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെ പാടും? മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു. ഇപ്പൊ എങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ശബ്ദം എൻ്റെ മാനസ്, ഇപ്പൊ ചേട്ടനടുത്ത് പാടും എൻ്റെ മാനസവ്യാമോഹം
എന്ന് ഇത്രയും ശബ്ദം ചേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇത്രയും ശബ്ദം ആവശ്യമുള്ളൂ. എൻ്റെ മാനസവ്യാ എന്ന് പാടണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഏതോ അങ്ങനെയല്ലേ പാടൂ. ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും ഏഴിലം പാലപ്പൂവിന്ന പോലെ. ആ അതാണ്. അതുപോലെ ചരണത്തിന്റെ അവസാനം വന്നിട്ട് ഇന്നു മാറോടണച്ചു ഞാനോ, അവിടെ ഇന്ന് എന്നുള്ളത് ആ ചരണം പാടിയിട്ട് ഇന്ന് എടുക്കണം. ഇന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആവണം. ഇന്ന് ടുഡേ ഇന്നു അങ്ങനെ വരണം. ആ വാനവന്റെ നാട്ടിലെങ്ങും വിലയില്ലല്ലോ ഇന്നു മാറോടണച്ചു ഞാനുറക്കിയിട്ടും. അങ്ങനെ വരുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആവുന്നത്. പിന്നെ അവസാനം പറഞ്ഞില്ലേ മാനവൻ, പിന്നെന്താണ് അടുത്തെന്താണ് ലൈൻ, വാക്കെന്താണ്? വാനവന്റെ വേദനയ്ക്കും വിലയില്ലല്ലോ. ആ ആരുടെ? വാനവൻ. ആ വാനവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാനവൻ മാനവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മാനവൻ മനുഷ്യൻ. ഓക്കെ. വാനവൻ വാനരൻ. വാനരൻ വാനരൻ വാനവൻ കേട്ടിട്ടില്ല. വാനരൻ ആരാ? വാനരനോ? ആ വാനരൻ എന്ന് പറഞ്ഞാൽ വാനരൻ കാട്ടുവാനരൻ എന്ന് പറഞ്ഞാരാ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അതന്നെ ദൈവത്തിന് മീനൂട്ടിന്റെ പേര് കുരങ്ങ്. ആ അതെങ്ങനെ എന്റെ പേരാവണേ ജെനി? വാനരൻ എന്ന് പറഞ്ഞാൽ കുരങ്ങ. കുരങ്ങ്. വാനവൻ എന്ന് പറഞ്ഞാൽ ദേവൻ, ദേവന്മാർ, അതാണ് ഉദ്ദേശം. കേട്ടോ? ഓക്കെ, ഇതെല്ലാം മനസ്സിലിരിക്കട്ടെ. അതെല്ലാം മനസ്സിലായ? വാനവനും വാനരനും തമ്മിലുള്ള വ്യത്യാസം. വാനരനാ? വാനരൻ ഇതില് വാനരൻ ഇല്ലല്ലോ. അല്ല സാർ നേരത്തെ പറഞ്ഞ കുരങ്ങിന്റെ കാര്യം. ആ കുരങ്ങിന്റെ കാര്യം അത് കുരങ്ങിന്റെ കാര്യം എന്താ ജെനി? മധു മനസ്സിലായില്ല? വാനരനും വാനവനും മാനവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി സാർ. ജെന്നിക്കുട്ടി, എന്താ സാർ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജെന്നിക്കുട്ടിയുടെ ശബ്ദത്തിലുള്ള സ്വാതന്ത്ര്യക്കുറവാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംസാരിക്കുമ്പോൾ പോലും ശബ്ദം പാളി പോകുന്നുണ്ട്. അപ്പോൾ പാടുമ്പോൾ മുഴുവനും ഇടയ്ക്കൊക്കെ അതിനൊരു ചാൻസ് ഉണ്ട്, അത് ഇടയ്ക്ക് വരുന്നുമുണ്ട്. അപ്പോൾ സംഗതിയുടെ ക്ലാരിറ്റി അതിൽ മിസ്സായി പോകും. അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ഉംകാരം വരുമ്പോൾ എന്നൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല ക്ലാരിറ്റിയാണ് വോയിസിന്. ടോട്ടലി വോയിസിലൊരു നേസൽ ടോൺ ഉണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ ജെന്നിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് ചില ഭാഗത്ത് നല്ല ഭംഗിയാണ് കേൾക്കാൻ. അതാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഈ ഉംകാരം വരുന്ന സ്ഥലത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും അത് കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ജെന്നിക്ക് ഇപ്പോൾ വോയിസിലുണ്ടെന്നല്ലോ, ശബ്ദം മാറുന്നതിൻ്റെ ആയിരിക്കാം അല്ലേ? അതാണ് പലപ്പോഴും നമുക്ക് ക്ലാരിറ്റി കുറവോ തോന്നാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും ഈ പാട്ട് എന്തായാലും നന്നായിട്ട് പാടാൻ പറ്റും ജെന്നിക്ക്, അതെനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. വളരെ നന്നായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇനിയും വളരെ നന്നാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഒരു വാവ്. കുറേ പ്രശ്നം വന്നില്ലേ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും വാവ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് എന്ന് തോന്നുന്നത്. So we are going to award you that. Okay? Jennikudi is going to be awarded a triple wow today. ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ജെനി. അടി ഒരു കാട്ടുകുരങ്ങ് പോകില്ലേ. Congratulations, you are awarded a triple wow. 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 Thank you. All the best. Thank you. Thank you.